കോതമംഗലം പുന്നേക്കാട് തട്ടേക്കാട് റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ ഉൾക്കാട്ടിലേക്ക് തുരത്തി. ജനവാസ മേഖലയിലെത്തിയ 3 ആനകളെ വനപാലകരും നാട്ടുകാരും ചേർന്നാണ് തുരത്തിയത്. വഴിയാത്രക്കാർക്കടക്കം കാട്ടാനക്കൂട്ടം ഭീഷണിയായതോടെ ജനകീയ പ്രതിഷേധമുയർന്നിരുന്നു. ഏതാണ്ട് 3ഓളം കൊമ്പനാനകൾ രാവിലെ മുതൽ നമ്മുടെ ജനവാസ മേഖല തമ്പടിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് രാത്രിയും അതുപോലെ തന്നെ പകലും ഒരുപോലെ തന്നെ ആനശല്യം രൂക്ഷമായി തുടരുകയാണ്. പക്ഷെ ഇതുവരെയായിട്ട് ഒരു പ്രതിവിധി നമുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. ആനശല്യം ഓരോ ദിവസം ദൈനംദിനം വർദ്ധിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ട് ഈ ആനകള് ജനവാസ മേഖല ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ആറാട്ടി നമ്മുടെ വൈസ് പ്രസിഡന്റ് ബീന റോജ അടക്കമുള്ള ആളുകളുടെ നമുക്ക് സന്നിധരാണ്. നമ്മൾ ആനയെ ഇപ്പോൾ നിലവിൽ അവിടുന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഓടിച്ച് നമ്മൾ കടത്തിയിരിക്കുകയാണ്. ഇനി വീണ്ടും നമ്മുടെ പുഴച്ചാൽ വരെ ഓടിച്ചെത്തണം. എന്നാൽ മാത്രമേ ആനയുടെ ശല്യം നമുക്ക് ഒഴിവാക്കുകയുള്ളൂ. ആനശല്യം അതിരൂക്ഷമാണ്. ഫെൻസിങ്ങിന്റെ പണികളും തീർന്നിട്ടില്ല. ഇത് രൂക്ഷമായി തുടരുമ്പോൾ അടിയന്തരമായ നടപടികൾ വനംവകുപ്പ് ജനങ്ങൾ കൂടെ വസിക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥയാണ്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, ആനകൾ പൂർണ്ണമായും കാട് കയറിയോ? കാട്ടാനക്കൂട്ടത്തെ പൂർണ്ണമായി അകറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ദിവ്യ. കാരണം കാലങ്ങളായി ഇവിടെ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മാത്രമല്ല, ഈ കോതമംഗലത്ത് നിന്ന് കുട്ടമ്പുഴ പൂയംകുട്ടി ഭാഗങ്ങളിലേക്കും മറ്റൊട്ടനവധി ആദിവാസി ഉന്നതികളിലേക്കും ആളുകൾ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാത കൂടിയാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനോട് അടുത്ത് ഉള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിരവധി വിനോദസഞ്ചാരികളും ഇവിടേക്ക് എത്തുന്നുണ്ട്. രാത്രിയെന്നോ പകൽ വ്യത്യാസമില്ലാതെ ഈ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഈ റോഡ് മുറിച്ചു കടക്കുകയും വാഹനങ്ങൾക്ക് മുന്നിൽ അകപ്പെടുകയും ചെയ്യാറുണ്ട്. പല വാഹനങ്ങളും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നുണ്ട്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരും നിരവധിയാണ്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലായി 3 ആനകൾ ഈ പ്രദേശത്ത് സ്ഥിരമായി തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാട്ടാനക്കൂട്ടത്തെയാണ് ഇന്ന് നാട്ടുകാരും വനപാലകരും ചേർന്ന് ഇവിടെ നിന്ന് പടക്കം പൊട്ടിച്ച് ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. ആദ്യം ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയ കാട്ടാനക്കൂട്ടത്തിൽ ആന പിന്നീട് തിരികെ ഇറങ്ങി വരാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് ഇവയെ വീണ്ടും തുരത്തുകയായിരുന്നു. എന്തായാലും ഈ ഉൾക്കാട്ടിലേക്ക് കാട്ടാനക്കൂട്ടം പിൻവലിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും സമയത്ത് വീണ്ടും ഇവ ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തണം, ആർആർടിയുടെ സേവനം ലഭ്യമാക്കണം, ഒപ്പം തന്നെ വഴിവിളക്കുകളെല്ലാം തന്നെ സ്ഥാപിക്കണം, നിരീക്ഷണം ശക്തമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെയാണ് ഇപ്പോൾ കാട് കയറ്റിയിരിക്കുന്നത്. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.